ഹലോ, എല്ലാവർക്കും സാവരി കുക്കിംഗ് ആൻഡ് മോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പുളിശ്ശേരിയാണ്, കത്തിരിക്ക പുളിശ്ശേരി. ഈ കത്തിരിക്ക അങ്ങനെ നമ്മൾ അധികം വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ ഉപയോഗിക്കാറില്ല. കാരണം കറികൾക്കൊക്കെ ഒരു ചവർപ്പ് വരുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അധികം മൂക്കാത്ത കത്തിരിക്ക എടുത്താൽ മതി. പിന്നെ മുറിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ അധികം ചവർപ്പുണ്ടാവില്ല. ചെറുതായി മുറിച്ച കത്തിരിക്കയിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി കറിവേപ്പിലയും വെള്ളവും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം. വേവിക്കുമ്പം ശ്രദ്ധിക്കണം, വെന്തുടഞ്ഞു പോവാതെ നോക്കണം. ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കത്തിരിക്ക വേവിച്ചെടുക്കാം. നമുക്ക് ആ സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ 1 മുറി തേങ്ങയുണ്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യാനുസരണം എടുക്കാം. കത്തിരിക്ക പാകത്തിന് വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തൈരാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. തൈര് ചേർത്ത് കൊടുത്ത ശേഷം തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിന് വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പം ഇതിന് വെള്ളം കൂടുതലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ വളരെ നേർമയായി അരച്ചെടുത്തിട്ടുള്ളതാണ്. അരപ്പ് ചേർത്ത് നന്നായി തിളച്ച് വരട്ടെ. ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന 2 നുള്ള ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത ശേഷം അധികം തിളപ്പിക്കണ്ട. ഇത് ചിലപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് വെള്ളം വറ്റിപ്പോവും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്തിട്ട് വേണം കറി വാങ്ങി വയ്ക്കാൻ. പിന്നെ വെള്ളം വറ്റിയത് ഒരുപാട് കുറുകിപ്പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനൊന്നും നിൽക്കരുത്. തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി അങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്താൽ മാത്രം മതി. ഇനി കടുക് വറുത്ത് ചേർക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് കടുക് വറുക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളി കൂട്ടാതെയാണ് കടുക് വറുക്കുന്നത്. കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും മാത്രം മതി. ഇനി പുളിശ്ശേരിയിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കത്തിരിക്ക പുളിശ്ശേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. വളരെ എളുപ്പമല്ലേ ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.